ലെവനൊക്കെ സിനിമക്ക് തിരക്കഥ എഴുതാൻ പോയാൽ വലിയ ഹിറ്റായി മാറും. ഇത്രയും ഭാവനയിൽ നിന്ന് തിരക്കഥ ഉണ്ടാക്കിയിട്ട്. ഇത് ഷാഫി പറമ്പില് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാണ്. അതായത് നമുക്കറിയാം പേരാമ്പ്ര വിഷയം, ഷാഫി പറമ്പിലെ പോലീസുകാര് ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസംഗ വേദിയിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഒരു DYFI നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയാണ്, കോൺഗ്രസ്സുകാർ പോലീസുകാർക്കെതിരെ ബോംബ് എറിഞ്ഞു. അപ്പം ഷാഫി പറമ്പിൽ പറയുന്നത് ഇത്ര മാത്രമാണ്, ഇവരുടെ ഒരു ഭാവന ഉണ്ടായിരുന്നെങ്കിലും മറ്റൊരു സിനിമ രചിക്കാമെന്നായിരുന്നു. അതായത് ഇവരുടെ ഈ ഭാവനയിൽ ഉണ്ടാക്കിയ കാര്യങ്ങൾ കൊണ്ട് പോലീസുകാരുടെ FIR എഴുതുന്നു. അപ്പോൾ പോലീസുകാരുടെ ഭാവന കൊണ്ട് ഒരു സിനിമ തന്നെ ഇവർക്ക് രചിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അത്തരത്തിൽ ഒരു ബോംബ് പോലീസുകാരുടെ നേർക്ക് വീഴുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലായിരിക്കുമോ ഇതിനെതിരെയുള്ള പ്രതികരണം? അല്ലെങ്കിൽ നമുക്കറിയാം ബോംബിനെ സംബന്ധിച്ച്, ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഇന്ന് കോൺഗ്രസിനെ ഇന്ന് കാണുന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുമോ? ഒരിക്കലുമല്ല. ഇത്രയൊന്നും ചെയ്യാതെ ഒരു രീതിയിലുള്ള പ്രകോപനങ്ങളും ഇല്ലാതെയാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തിന് കോൺഗ്രസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ പോലും ഇത്രയും ക്രൂരമായി പോലീസ് മർദ്ദിച്ചെങ്കിൽ അതിന് പിന്നിൽ പോലീസുകാരുടെ നീക്കം അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാവന എന്ന് ഷാഫി പറയുമ്പോൾ അതിലൊരു തിരുത്താണ് എനിക്ക് ആഗ്രഹം. കാരണം പോലീസുകാരുടെ ഭാവനയേക്കാൾ ഉപരി അതിൽ CPMന്റെ ഒരു ഭാവന തന്നെ അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു നമ്മൾ കണ്ടിരുന്നു, ആ ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ജനങ്ങൾ എല്ലാവരും അത് ഷെയർ ചെയ്യുകയും കാണുകയും ചെയ്തിട്ട് പോലും എന്നിട്ടും ഷാഫിയാണ് ഞങ്ങളെ ആക്രമിച്ചത്, ഷാഫി ഷോയാണ് എന്ന് പറയാൻ കാണിച്ച CPMകാരുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ അവരുടെ ഒരു തൊലിക്കട്ടി, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് പോലീസുകാർക്കെതിരെ ബോംബ് എറിയാനുള്ള ധൈര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കുണ്ടോ? CPMകാർക്കുണ്ടായാൽ പോലും കോൺഗ്രസ്സുകാർക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെടുകയും അതിനെ CPMന്റെ രക്തസാക്ഷിയാണെന്ന് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രത്തോളം അധപതിച്ച ഒരു CPM ഉള്ളപ്പോൾ കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തില്ലെങ്കിലും CPMകാർ കോൺഗ്രസ്സുകാരെ തകർക്കാൻ വേണ്ടി ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിയാണ്. കാരണം വടകര ഇലക്ഷന്റെ സമയത്താണ് നമ്മൾ ഈ ഒരു വാർത്ത കണ്ടത്. അതായത് ബോംബ് പൊട്ടി യുവാവ് മരിക്കുന്നു, ബോംബ് നിർമ്മാണത്തിന്റെ. അപ്പോൾ ശൈലജ ടീച്ചറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ കോൺഗ്രസ് മാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്നുണ്ടായിരുന്നു, പല CPMന്റെ നേതാക്കന്മാരെയും കൂടെ നിൽക്കുന്ന ഫോട്ടോകളെല്ലാം. അപ്പം അന്ന് ശൈലജ ടീച്ചറിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ശൈലജ ടീച്ചർ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ പല കല്യാണ വേദിയിൽ ഇതേ കൂട്ട് പല ഫംഗ്ഷനും പോകുമ്പോൾ ഒരുപാട് പേര് എന്നോട് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലും വന്ന് ഫോട്ടോ എടുത്തായിരിക്കും, അല്ലാതെ ഞാനുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം DYFIക്കാരുടെ ഒരു പ്രമേയം പാസ്സാക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഇദ്ദേഹം ഇനി തൊട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്തസാക്ഷിയായിട്ടുള്ള സഖാവാണ്, ഇദ്ദേഹത്തിനെ ഞങ്ങള് രക്തസാക്ഷിയായിട്ട് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ച ഒരാൾ വരെ DYFIയുടെ അല്ലെങ്കിൽ CPMന്റെ രക്തസാക്ഷിയാണ് ആയി എന്ന് പറയുന്നത് തന്നെ അതിന് വലിയ നാണക്കേട് ആ പാർട്ടിക്ക് പറയാനില്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് ഭാവനകൾ പടച്ചുവിടുന്ന ഒരു പാർട്ടിയായിട്ട് CPM കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കണം. അതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ ഈ ഷാഫി പറമ്പിൽ ആ ഒരു വേദിയിൽ പറയുന്നുണ്ട്, പോലീസുകാരുടെ ഭാവന അല്ലെങ്കിൽ പോലീസുകാർ ആ ഒരു ഭാവന വെച്ചൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ഒരു സിനിമ എടുക്കാനുള്ള കഥ ഉണ്ടാകുമായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പറയപ്പെടുന്നുണ്ട്. CPM ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ പോലീസുകാരിൽ ചിലർക്കെങ്കിൽ പോലും താല്പര്യമില്ലെങ്കിലും കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടില്ല. കാരണം പോലീസുകാർ എല്ലാവരും തന്നെയും ഭരണപക്ഷത്തിന്റെ മാത്രം കൂടെ നിൽക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പോലീസ് സേന മുഴുവൻ എപ്പോഴും ഭരണപക്ഷത്തിന്റെ കൂടെ മാത്രമേ ഈ സേനകളെല്ലാം നിലനിന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മാറ്റമുണ്ട്. റൂറൽ SP പോലും ഈ ഒരു പോലീസുകാർ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ പബ്ലിക്കായി പറയുന്നത് നമ്മൾ പോലീസിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്നേ. കേരളത്തില് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെക്കാളും അണികളെക്കാളും ഏറ്റവും കൂടുതലും രാഷ്ട്രീയം കൈയാളുന്നത് ഇവിടുത്തെ പോലീസുകാരാണ്. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സേനയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം അതിനുശേഷം മാത്രമാണ് ഇവർ പാർട്ടി പരിപാടിക്ക് പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഓരോ പാർട്ടിയുടെയും നേതാക്കന്മാരായിട്ട് മാറുന്നത് ഇവിടുത്തെ പോലീസുകാരാണ്. പക്ഷെ അതിൽ അങ്ങനെയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നേതാക്കന്മാരായി വരുന്നത് BJP പാർട്ടിയിലല്ലേ? കാരണം കേരള പോലീസിൽ നിന്ന് സാധാരണ അതായത് താഴെ ലെവലിലുള്ള ഗ്രേഡ് താഴ്ന്ന പോലീസുകാരല്ല, ഏറ്റവും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന പോലീസുകാരൊക്കെയാണ് BJP വേദികളിലേക്ക് പോകുന്നത്. നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ഇപ്പം RSSന്റെ വേദിയിലൊക്കെ പോകുന്ന ഓരോ പോലീസുകാരെയും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ IG ആയിട്ടും SP ആയിട്ടും ഇരുന്ന ആളുകളൊക്കെയാണ് ഓരോ പരിപാടിക്ക് BJPയുടെ പരിപാടിക്ക് പോകുന്നത്. ഇപ്പം ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്ത് നിന്നിരുന്ന പോലീസുകാരനൊക്കെ ഇപ്പോഴും BJP വേദികളിലൊക്കെ പോകുന്നത് നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇവിടുത്തെ CPMന്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പോലീസ് സേനയെ ഭരിക്കുന്നത് BJP
കാരാണ്, അല്ലെങ്കിൽ RSS അജണ്ടയാണ് ഇവിടെ പോലീസുകാർ പോലീസുകാരെ ഭരിക്കുന്നത്. ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം കേരളത്തിലാണെങ്കിൽ പോലും പല പോലീസുകാരും CPM പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ്. നമ്മൾ കണ്ടതാണ് പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിൽ വരെ PSCയിൽ വരെ അഴിമതി നടത്തി, അല്ലെങ്കിൽ 1ാം റാങ്കിലേക്കൊക്കെ CPM കടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ CPM കുത്തിത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, പിൻവാതിൽ നിയമനങ്ങളിലൂടെ വരുന്ന ഒരുപാട് ആളുകൾ പോലീസ് സേനയിലുണ്ടെന്നേ. അവര് കൃത്യമായിട്ട് പിണറായി വിജയനും അല്ലെങ്കിൽ CPM പാർട്ടിക്കും വേണ്ടി പണിയെടുക്കും. അപ്പം ഷാഫിയെ പോലെയും അല്ലെങ്കിൽ മറ്റുള്ള അതേപോലെ ഉയർന്നു നിൽക്കുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ ഇവർക്ക് ചെറിയ ചൊറിച്ചിൽ വരും. അപ്പൊ 2 അടി കൊടുത്ത് എങ്ങനെങ്കിലും പൊട്ടിച്ച് മൂക്ക് ചോര ഒലിപ്പിച്ച് വിടാമെന്നുള്ള മനോഭാവത്തിലാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇവർ മറക്കുന്നുണ്ട് ഇവര് പോലീസുകാരാണ് എന്ന്. ഷാഫിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു ബോംബ് കഥ ഉണ്ടാക്കുമ്പോൾ പോലീസുകാരെന്ന് പറയുന്നത് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ വേണ്ടി, ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വിഭാഗമാണ് പോലീസുകാരെന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ടും അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇനി പോലീസ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാർ പോലീസുകാർക്കെതിരെ ബോംബ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു അവർ പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ മനസ്സ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടുത്തെ കോൺഗ്രസ്സുകാര് പോലീസിനെതിരെ ബോംബ് എറിഞ്ഞു കഴിഞ്ഞാല് നാളെ ഇവിടെ എന്തെല്ലാം മുകളിലുണ്ടാവും. ഇവിടെ CPM റോഡിലിറങ്ങി പ്രതിഷേധങ്ങൾ നടത്തും. കേരളം മൊത്തം CPM കത്തിക്കും. കോൺഗ്രസ്സുകാര് ബോംബ് എറിഞ്ഞു, കോൺഗ്രസ്സുകാര് തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായേനെ. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരുടെയും വീട് കയറി പോലീസ് വളയത്തില്ലേ? ഓരോ നേതാക്കന്മാരെയും വീട്ടിൽ നിന്ന് ഇറക്കി തെരുവിലൂടെ നടത്തിക്കൊണ്ട് പോകത്തില്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചില്ല. അപ്പൊ മാത്രമല്ല ഇവരെ സംബന്ധിച്ച് CPM ആ ഒരു സമയത്തുണ്ടായിരുന്ന വിവാദങ്ങളെല്ലാം തന്നെ കെട്ടടക്കാൻ ഷാഫിയെ ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ ഷാഫിയെ പോലെ ഒരു നേതാവിനെ ഇത്തരത്തിലൊരു ആക്രമണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറച്ചു നിർത്തേണ്ടത് അവരുടെ ആവശ്യമായി മാറിയില്ല. അത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ നോക്കൂ, അതിനുശേഷം ആ പോലീസുകാരനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം അവസാന നിമിഷം എന്ന് പറയുന്നത് ലോക്സഭാ സ്പീക്കർ തന്നെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് സാധാരണപ്പെട്ട ഒരാളെ അല്ല അടിച്ചിട്ടുള്ളത്, കേരളത്തിന്റെ ഒരു MP ആണ്. അപ്പം കേരളത്തിലെ പോലീസ് എന്താണ് ചെയ്തത്? ഇതുവരെ അതിനെതിരെ ഒരു നീക്കം പോലും നടത്താതെ ആ പോലീസുകാരൻ ഷാഫി പറമ്പലിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ശ്രമങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2 നിലപാടാണ് പോലീസ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഷാഫിയെ സംബന്ധിച്ച് ഷാഫി അന്ന് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ എന്നെ തല്ലിയത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ ആശുപത്രിയിലാക്കിയത് കൊണ്ടോ മാത്രം ഞങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാകില്ല എന്നുള്ള ഒരു രീതിയിൽ ഷാഫി ആ ഒരു സമയത്ത് പറഞ്ഞ ഒരു പ്രസംഗത്തിലുണ്ടായിരുന്നു. അത്രത്തോളം അവശ നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരുപക്ഷെ ആ ഒരു പ്രസംഗം പോലും അല്ലെങ്കിൽ ആ ഒരു ആക്രമണം പോലും UDF കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം തെല്ലും ചെറുതല്ല എന്നുള്ളതല്ലേ. കാരണം CPM ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പിഴവുകൾ കോൺഗ്രസിനെ തകർക്കാനും കോൺഗ്രസിനെ ഇല്ലാതാക്കാനും CPM ശ്രമിക്കുന്ന ഓരോ പിഴവുകളും CPM തന്നെ എതിരായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എടുക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷാഫിയുടെ വിഷയമാണെങ്കിൽ പോലും ഇവരെന്തൊക്കെ CPM കോൺഗ്രസിനെതിരെ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് കോൺഗ്രസ് അനുകൂലമായിട്ടാണ്. ഈ ഒരു രീതിയിൽ അടുത്ത തവണയാണെങ്കിൽ പോലും CPM വീണ്ടും അധികാരത്തിൽ വരാൻ ഇവരേക്ക് ഉപയോഗിക്കാം എന്നുള്ള CPM വ്യാമോഹമല്ലേ ഇല്ലാതാവുന്നത്? തീർച്ചയായിട്ടും.